ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ആമുഖം കഴിഞ്ഞു, കഥ തുടരാം അല്ലേ? ബോറ് ആയിട്ട് തോന്നുന്നവരടിച്ചു പോകണം. നമ്മൾ പേപ്പറാണ്, ഇന്നത്തെ ന്യൂസ് പേപ്പർ നാളത്തെ വേസ്റ്റ് പേപ്പറാണ്, മനസ്സിലായില്ല? അതേപോലെ നമുക്ക് ഇഷ്ടമല്ലാത്ത അടിച്ചു കളയാം. വെറുതെ ഇരിക്കുന്നവർ കേൾക്കാം. ഞാൻ ടൈപ്പാസ്റ്റിനാണ്. അനുഭവങ്ങൾ ആണ് ഗുരു, മനസ്സിലായില്ല? അത് ഒരു 10 വാക്ക് നിങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ചിലപ്പോൾ നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യും, അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടും. അതിന് LLB പഠിക്കണമെന്ന് MBBS പഠിക്കണമെന്നില്ല. അനുഭവങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം. പിന്നെ ചെന്ന് ചേർന്ന് എവിടെയൊക്കെയാണെന്ന് ജർമ്മൻ കമ്പനി ജോലി ചെയ്തു, അൾട്ടേറിൻ്റെ എവിടെയായിരുന്നു, മൊബൈലിൻ്റെ ഇതെല്ലാം പറഞ്ഞു. ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. 12 വയസ്സ് കഴിഞ്ഞ് 14 വയസ്സായപ്പോൾ 14 വയസ്സ് വരെ ഞാൻ ഒരു സുഖിച്ച് ജീവിച്ചാണ്. കാരണം 4 തള്ളമാർക്ക് വേണ്ടി ഞാനൊരു ആനയുള്ള, ബാക്കിയെല്ലാം വേണ്ടി ഒരു 4 പേരെ നോമിനിച്ചവളെ. പിന്നെ എൻ്റെ അയൽവക്കത്തെല്ലാം ഞാൻ വളരെ ലാളിച്ച് എന്നോട് ചെയ്യണം. ഒരു ആനയുള്ളൂ. 14 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഓമനിച്ച് വളർത്തിയ എനിക്ക് വിദ്യാഭ്യാസം, ആ അഹങ്കാരം, ഓമനിച്ച് വളർത്തിയതിൻ്റെ അഹങ്കാരം വെച്ച് മുതലെടുത്ത് സ്കൂളിൽ പോകില്ല. സ്കൂളിൽ പോയിട്ട് എവിടെയെങ്കിലും പൊളിച്ച് എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അങ്ങോട്ട് ഞാൻ കിടക്കുന്നില്ല. ഡോക്ടറുണ്ട്, IPS-കാരനുണ്ട്, വലിയ ബിസിനസ്സുകാരനുണ്ട്, കുറേ ആൾക്കാരൊക്കെ. എല്ലാവരും ഇന്നും എൻ്റെ കൂട്ടുകാരാണ്. എല്ലാവരും എന്ത് കാര്യം വന്നാലും, ഫാമിലി കാര്യം വന്നാൽ എന്നെ വിളിക്കും. ഞാൻ ഇല്ലാത്ത കാര്യമില്ല അവർ. ഇപ്പം അടുത്ത സമയത്ത് കുറച്ച് ഈഗോ ഉണ്ടായിട്ടുണ്ട് ചിലത്. ഞാൻ സീരിയൽ സിനിമയിലൊക്കെ വന്നപ്പോഴേ പിന്നെ ഇവരൊന്നും വിളിച്ചാൽ ഇല്ല, ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകില്ല, കൊച്ചുവർത്താനം പറയാനൊന്നും കൂടുന്നത് എനിക്കിഷ്ടമല്ല. അത് അഹങ്കാരമല്ല. ജീവിതത്തിൽ എപ്പോഴും എനിക്ക് ഇന്നും ചിന്തയാണ്, ഞാനൊന്നും ആയില്ലല്ലോ, ഒന്നും അല്ല. ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങളൊന്നും ആയില്ല, അത് മനസ്സിൽ വേണം. ദൈവം പറഞ്ഞു, നീ തേട് ഞാൻ തരാമെന്ന്, മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടുമെന്ന്. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഒരു 14 വയസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു കൂലിപ്പണിക്ക് പോയാണ് ജീവിച്ചത്. അന്ന് ഇന്നും ആര്യമുഖം മോട്ടിച്ചോരത്തിൻ്റെ ബോഡി ഗാർഡായിട്ട് വെള്ളി പറക്കേന്ന് പോയി. അങ്ങനെയൊന്നുമില്ല. തരവ് എനിക്ക് പൈസ ഉണ്ട്, പക്ഷെ അത് ഞാൻ അധ്വാനിച്ച് വിയർത്ത് ഞാൻ കഴിഞ്ഞിട്ടുള്ള എൻ്റെ മക്കൾക്ക് ഇങ്ങനെ കൊടുത്തു. ഞാൻ ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഒരു വലിയൊരു യൂണിയൻ്റെ പ്രസിഡൻ്റായിരുന്നു. അന്ന് യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു ലോഡ് വന്ന തങ്ങളിൽ ചത്തിയായിട്ട് ഇറങ്ങണ കാലമാണ്. അങ്ങനെ വക്കം പുരുഷോത്തം സാറാണ് ഇവിടുത്തെ ഒരു യൂണിയൻ, പാർട്ടികളുടെ യൂണിയൻ ഉദ്ഘാടനം ചെയ്യും. ആദ്യമായിട്ട് നമ്മളവിടെ യൂണിയൻ ഉദ്ഘാടനം ചെയ്തിട്ട് ഞാനും ആ കൂട്ടത്തിൽ അവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഞാൻ അറിയാതെ എൻ്റെ പേര് പ്രഖ്യാപിച്ചു. ഇന്നാരാണ് യൂണിയൻ്റെ പ്രസിഡൻ്റെന്ന് പറയുന്നത്. നിന്നാൽ പോരാ, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന്. പക്ഷേ കുമാർച്ചേരിയിലുള്ള എതിർ ഗ്രൂപ്പിലും ഞാൻ അംഗീകാരമായി. ഫൈസലാണ് ആ യൂണിയനിൽ ഞാൻ 2 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തെങ്കിലും ഒരൊറ്റ പ്രശ്നം നടന്നിട്ടില്ല. എല്ലാവരും ഞാൻ പറയുന്ന അപ്പുറം ഭയന്നല്ല, എന്നോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ വേണ്ട, ഇങ്ങനെ വേണം. അന്ന് വെട്ടുവത്തിയൊക്കെ കൊണ്ടുവന്ന ഗ്രൂപ്പുകളൊക്കെ കൊണ്ട് ഒരു ഗ്രൂപ്പ്, അവരെല്ലാം ചിരിച്ചുകൊണ്ടിടപെട്ടു. അവർ നാറിയിട്ടുണ്ട്. അതേ പേടിച്ചല്ല, ചങ്ങിച്ച് നാറി. അവർ കാലഘട്ടമാണ്. ഞാൻ ഒരു 2.5-3 വർഷം യൂണിയൻ്റെ പ്രസിഡന്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൾഫിൽ പോയി. ഇതിനിടയ്ക്ക് നാടകത്തിലൊന്നും ജയിക്കാൻ പോയി. യുവജനാഴ്സ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു. ചെറുന്നൂർ ബാബുച്ചേട്ടൻ ചെയ്ത വേഷമാണ് ഞാൻ ചെയ്തത്. ചെറുന്നൂർ ബാബുച്ചേട്ടൻ്റെ ഗൾഫിൽ പിന്നെ മധുസാറിൻ്റെ ഒരു ജോലിയായിരുന്നു സ്റ്റുഡിയോയിൽ. അപ്പോൾ മധുസാറിൻ്റെ കൂടെ മദ്രാസിൽ പോകുന്നതായിരുന്നു. അപ്പോൾ ത്രയോ എന്നൊരു നാടകത്തിൽ ഒരു കുഞ്ഞിരാമൻ വില്ലൻ വേഷമുണ്ട്. അത് കണ്ണീട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറുന്നൂർ ബാബുച്ചേട്ടനാണ്. അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് വർക്കല ജോയി എന്ന് പറയും.
10 രൂപ എന്ന് കാട്ടുമുറ പ്രേമസാറിൻ്റെ വീടിൻ്റെ അടുത്താണ് അന്ന് താമസിക്കുന്നത്. പിന്നെ അവർ ചെറുനീർ പോയി. അപ്പോൾ അവർ വന്ന് എന്നെ ചെറുനീർ പിന്നെ വിക്രമൻ സാറ്, നമശിവായൻ, ഇവരെല്ലാം കൂടെ വന്നിട്ടാണ് എന്നെ കിട്ടുന്നത്. വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയാണ്. 2 ദിവസം കഴിയുമ്പോൾ ആറ്റിങ് ലോറി ട്രവേഴ്സിൻ്റെ നാടകമുണ്ട്, ഇത്രയും നാടകം. എനിക്കറിയില്ലല്ലോ, ഇവരെന്നെ കണ്ണേ പൊന്നിയെന്നൊക്കെ വിളിച്ച് കൊണ്ടുപോയി റിഹേഴ്സലിന് കയറ്റിയപ്പോഴത്തേക്ക് ആകെ പ്രശ്നമായി. ഇവരുടെ സ്വഭാവമൊക്കെ മാറി. പിന്നെ അറിയാമല്ലോ, എന്തായാലും എന്നെ പഠിപ്പിച്ചെടുത്തിട്ട് നടനാക്കി. ഇങ്ങനെ നാടകത്തിലാണ് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജ് 10 രൂപ സ്റ്റേജ് കളിച്ചു. ത്രയം, വേട്ട, ഇതിലെല്ലാം എല്ലാം വേഷമായി. അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ പോയപ്പോൾ എന്തെങ്കിലും യൂണിയൻ പ്രസിഡൻ്റായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ പോയി, പറഞ്ഞല്ലോ എവിടെയൊക്കെ ജോലി കിട്ടും. ഞാൻ കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് അന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ മക്കൾ വലുതാകുമ്പോൾ ചെറുവ് മുളയ്ക്കുമ്പോൾ എനിക്ക് അടുത്ത് ഉണ്ടാവണം. അതിൽ അഹങ്കാരവാക്കല്ല, ഉണ്ടാവണം. കാരണം ഞാൻ നാട്ടിൽ നിൽക്കുമ്പോഴും അല്ലാതെ നമ്മൾ ഒരുപാട് കഥകൾ ഞാൻ ലീവിന് വരുമ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭർത്താവ് അവിടെ ഒരു കെട്ട് കുപ്പൂസും വാങ്ങിച്ച് മീൻകറി ഫ്രിഡ്ജിൽ വെച്ചൊരാഴ്ച കഴിക്കുന്നവരെ വീട്ടിൽ 500 നോട്ട് ഒക്കെ പുല്ല് കണക്കായിട്ട് മീൻ കടയിൽ കൊടുക്കുന്നത്. അതുപോലെ 500-ൻ്റെ 1000-ൻ്റെയൊക്കെ നോട്ട് മക്കൾ സുലഭമായിട്ട് ഇങ്ങനെ പോക്കറ്റിൽ നിന്നെടുത്ത് ചവറ് കണക്ക് ചിലവാക്കണേ കണ്ടുണ്ട്. ആ തന്ത് അവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയിലാണെന്ന് എനിക്കറിയാം. പലരെയും കണ്ടിട്ടുണ്ട്. നമുക്ക് ചെന്ന് പറയാൻ പറ്റുമോ? ഒരു കുടുംബത്തിലൊരു കാര്യം നടന്നാൽ നമ്മൾ ആ കുടുംബക്കാരനോട് പറയരുത്. അവൻ അന്നേരം അത് കേട്ട് സഹതപിച്ചാലും പിന്നെ അവൻ നമ്മളോട് ഇപ്പോഴും ശത്രുവായിരിക്കും ഉള്ളിൽ. നിങ്ങൾ ആദ്യം പഠിക്കണം. അതറിയുമ്പോൾ അവൻ്റെ വീട്ടുകാരും നമ്മൾ ശത്രുവാകും. അപ്പോൾ നമ്മളാരും കുടുംബത്തിനെ ഉപദേശിക്കാൻ പോകരുത്. കണ്ട് ഓക്കെ നമ്മൾ പോകും. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഈ 3 മാസം വരുന്ന ആളല്ലേ, എനിക്ക് തോന്നി എൻ്റെ മക്കൾ വലുതാകുമ്പോൾ എനിക്ക് നാട്ടിലെത്തണം. പിന്നെ ഞാൻ നാട്ടിൽ വന്നു. ഇതിലേക്കൊരു 7 മുറി കടയൊക്കെ വെച്ച് നാട്ടിൽ വിൽക്കണമെന്നൊരു തോന്നലുണ്ടായിരുന്നു. എന്നിട്ട് ഞാനൊരു ആദ്യം ഒരു ബേക്കറി തുടങ്ങി, പിന്നെ ഒരു ഫാൻസ് തുടങ്ങി. ബാംഗ്ലൂർ പോയ സാധനം ബാംഗ്ലൂർ കണ്ടിട്ടില്ല, കാണുകയും ചെയ്യാൻ സാധനം എടുക്കുക. അപ്പോൾ ഫാൻസി തുടങ്ങി, ബേക്കറി തുടങ്ങി, പലവ്യഞ്ജനം തുടങ്ങി, സ്റ്റോറൊക്കെ തുടങ്ങി. അതിൽ 2 മുറി കട വേറെ വാടക കൊടുത്തു, 5 മുറി ഞാൻ തന്നെ. കച്ചവടമൊക്കെ നല്ല രീതിയിലൊക്കെ ഇങ്ങനെ പോയി. ഒരു ഓണത്തിന് ഒരു സ്വർണ്ണ കൊയിനൊക്കെ കിട്ടി. അത് ആദ്യത്തെ ഓണം വന്നപ്പോൾ ആ ഞറക്കിട്ട് വരുന്നവർക്ക് കൊയിൻ കൊടുത്തു. ഞാൻ ഒന്നുമില്ല എന്നുണ്ടായില്ലേ, ലാഭത്തിൻ്റെ സ്വർണ്ണ കൊയിനൊക്കെ കൊടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ കാണാം ഇവിടെ ഒരു വ്യാപാരി വ്യവസ്ഥയുടെ ഒരു ഇതുണ്ടായിരുന്നു. അതൊക്കെ പൊളിഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഇവിടെയുള്ള കുറച്ച് വ്യാപാരികളും, പെരിങ്ങമ്മൽ രാമേന്ദ്രൻ സാറാണ് വ്യാപാരി വ്യവസ്ഥയുടെ പ്രസിഡന്റ്, ജോഷി ബോസ്. ഇവരെന്നെ എനിക്കറിയില്ല. ഇവർ എന്നെ കാണാൻ ഇവിടെയുള്ള കടക്കാരെല്ലാം പരിചയപ്പെട്ടു. അപ്പോഴാണ് ആദ്യമായിട്ട് പെരിങ്ങമ്മൽ രാമേന്ദ്രൻ സാറിനെ കാണുന്നത്. അങ്ങനെ ചോദിച്ചു നോക്കിയാൽ സംശയമുള്ളവർ പറഞ്ഞു. അങ്ങനെ എന്നോട് നമ്മൾ കാണാൻ വന്ന പിന്നെ ഇവിടുത്തെ വ്യാപാരി വ്യവസ്ഥയുടെ പ്രസിഡൻ്റായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുക. ഞാൻ അതൊന്നും വേണ്ട, കാരണം എനിക്കതിനുള്ള കഴിവില്ല. കാരണം ഉദ്യോഗസ്ഥാനത്തിരുന്നാൽ പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. അവസാനം അവരെല്ലാം തിരഞ്ഞ് ആരും എതിരില്ലാതെ എല്ലാവരും ഒരേ കാര്യം പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളാവണം. പിന്നെ കൂടുതൽ മസിൽ പിടിച്ചില്ല. അങ്ങനെ വ്യാപാരി വ്യവസ്ഥയുടെ പ്രസിഡൻ്റായിരുന്നു. 2-3 വർഷം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 2 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എനിക്ക് പറ്റിയ കിരീടമല്ല ഇതൊന്നും. മാസം 30 രൂപ മാസത്തിൽ തന്നിട്ട് ഏതെന്നോക്കിച്ച് ചോദിക്കാം, അതെന്താണ് കണക്ക് കാണിച്ചില്ല, അല്ലെ ആ മീൻ കൂടിയില്ലല്ലോ, അല്ല അങ്ങനെ വന്നല്ലോ, ഇങ്ങനെ ഒന്നും പെടാം. തനിച്ചണ വിൽക്കും, തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ആ ഒരു ദിവസം 3-ാം വർഷത്തിൽ ഒരു ജനറൽ ബോഡി കൂടുന്നു. രാമേന്ദ്രൻ സാറിന് ജോഷിവാസ് സാറെല്ലാം വരുന്നു. എല്ലാവരും അന്ന് എല്ലാവരും വരും. 10-28 പേരുണ്ടായിരുന്നു, 300 പേര് വരെയായി. കാരണം എൻ്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞ ഒരു ട്രിക്കാണത്. എല്ലാവരും ഒന്നും ജനറൽ ബോഡിക്ക് ഒരു 50 രൂപ വാങ്ങും.
അത് ഞറക്കിടും. അപ്പോൾ അതിൽ വരുന്നവരെ കാണുമെന്ന് പറയുമ്പോൾ എല്ലാവരും തന്നു. അന്ന് 2 ഉഴുന്നുവടി ഒരു ചായ എല്ലാവർക്കും കൊടുക്കും. എന്നിട്ട് നമ്മൾ ഞറക്കെടുക്കും. ഇപ്പോൾ രാമേന്ദ്ര സാറ് കണ്ട് ചിരിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹം എങ്ങും ഇതുവരെ കണ്ടില്ല. എതിരില്ലാതെ ഒരു പ്രസിഡന്റ് തോന്നിയ ബുദ്ധി ഇത് ചെയ്യാൻ ഇത്രയും ആൾക്കാരുണ്ടാവുമെന്ന് സാറിന് ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ ഞാൻ ഞറക്കെടുപ്പിൽ വരുന്ന ആരെ പേരാണോ ഈ ഉഴുന്നുവടിയുടെയും ചായയുടെയും പൈസ അതിലൊന്നും എടുത്തിട്ട് ബാക്കി ഒരാളിന് കൊടുക്കും. അപ്പോൾ 10,000 രൂപ 8,000 രൂപ ഒക്കെ കാണും. അങ്ങനെയാണ് എല്ലാവരും വന്നത്. അപ്പോൾ രാമൻ സാർ എപ്പോഴും പറയും, എന്നെ പറ്റില്ല പറയുമ്പോൾ എതിരില്ലാതെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതിൽ ഇറങ്ങിയിട്ട് ഇതൊരു എതിരില്ലാതെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഫൈസലിൻ്റെ പേരാണ്. അല്ല, ആ കിരീടം ഞാൻ അവസരത്തിൽ ജനറൽ ബോഡി കൂടി എന്നും ചോദ്യം ഉന്നയിക്കുന്ന ഒരുത്തൻ അതായത് നല്ല കാര്യങ്ങൾ ചോദിക്കുകയല്ല, കുറ്റപ്പെടുത്തുള്ളൊരു ഷൗട്ടിങ്ങാണ്. ആൾ ഭരിച്ച് ഞാൻ ഒരു ദിവസം മനസ്സുകൊണ്ട് വിചാരിച്ച് ഈ കിരീടം അവൻ്റെ തലയിൽ വയ്ക്കണം. അങ്ങനെ ജനറൽ ബോഡി അവസാനം കൂടുന്നു. അപ്പം ഞാൻ പറഞ്ഞിങ്ങനെ ഞാൻ ഗൾഫിലേക്ക് പോവാണ്, ഈ കിരീടം ആരെങ്കിലും ഒന്ന് വാങ്ങണോ. ഞാൻ എടുത്ത വാക്കിൽ വേറെ ആരും ഇയാളെ പേടിയെന്ന് പറഞ്ഞു. പക്ഷേ കൂടെ നിന്നവർ പറഞ്ഞു അതും ശരിയാവുക. അവസാനം ഞാൻ പറഞ്ഞു ഞാൻ 22-ാം തീയതി പോവും, ഞാൻ നിന്ന കമ്പനി വിളിച്ചിരിക്കുകയാണ്, ഇതാരെങ്കിലും പിടിച്ചങ്ങ് കൊള്ളാമെന്ന്. ലാസ്റ്റ് ഇവനെ കിട്ടിയില്ല. ഒരു സ്ഥലത്ത് പിന്നെ എൻ്റെ കൂട്ടുകാരൻ മനോഹരനെ ഏൽപ്പിച്ച് അങ്ങനെയാണ് വ്യാപാര വ്യവസ്ഥയുടെ പ്രശ്നമുണ്ടായത്. അപ്പോൾ അങ്ങനെ ഔദ്യോഗിക സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തനിച്ചുണവിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ നിന്നിട്ടില്ല, ഇന്നുമില്ല. ഒരു സ്ഥലത്തും നിന്നില്ല. എൻ്റെ വ്യക്തിത്വം വിറ്റിരിയാൻ നിന്നില്ല. അങ്ങേ ഏറ്റവും താഴെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടില്ലേ, ഒരു എത്രമാത്രം ഒരു മനുഷ്യൻ്റെ മുൻപ് തരാം അത്രയും മാത്രം താഴുക. അല്ല, മത്സരം പിടിച്ച് ചെയ്യല്ല. അത് നമ്മളെ സംസ്കാരമാണ് ആ താരുന്നത്. അവിടെ ഇട്ട് ചവിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ നിറയെ പൂക്കളയണം. എന്ത് ജീവിതമില്ലല്ലോ, നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ്? ഒരു വ്യക്തിത്വം കാത്ത് സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ എന്തെല്ലാം തൊഴിലുണ്ട്. അപ്പോൾ അന്ന് മുതലൊരു ശബ്ദം ചെയ്തു, ഒരു ഔദ്യോഗിക സ്ഥാനത്തും ഞാൻ ഇരിക്കില്ല. എത്രയോ സ്ഥലത്തന്നെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണ് അത്. ഇനി നിങ്ങളോട് ഞാൻ ഒന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഇന്നത്തെ രാഷ്ട്രീയം പോലെയോ മതത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനം നിങ്ങൾക്കറിയാമല്ല. ആ പള്ളുവിളിയും കേട്ട് എന്തിനാണ് ഇരിക്കുന്നത്? അവിടെ എന്നാക്കാനാ അല്ല. അപ്പോഴും ഞാൻ നിങ്ങളോടൊന്ന് പറയണേ, എന്നോട് സ്നേഹമുള്ളവർ കേൾക്കാനുള്ള 50 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളൊരു ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കരുത്. കാരണം ഏത് ഒരുത്തനും നിങ്ങളെ തെറി വിളിക്കാം, നമ്മളെ തന്തയ്ക്ക് വിളിക്കാം, തള്ളയ്ക്ക് വിളിക്കാം. കാരണം ഔദ്യോഗിക സ്ഥാനത്താണ് ഇരിക്കുന്നത്. അവനൊന്നുമല്ല, അവനെ ആക്കുമ്പോൾ തീസ് സഹായവും ഇല്ല, ഉപദ്രവം കാണും. ചിലപ്പോൾ അവനെ കൊണ്ട് ഉപകാരമൊന്നും ഉണ്ടാവില്ല. ആക്കും. ഒരു കാക്കയ്ക്ക് പോലും ചോറ് കൊടുക്കാത്തില്ല, പക്ഷേ അവനുണ്ടാവും. ഭരണഘടനയിലും മറ്റുള്ള കാര്യത്തിലും ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അവന് പ്രശ്നം ഉണ്ടാക്കും. നിങ്ങൾ കണ്ടില്ലേ, മത നേതാക്കളെയൊക്കെ വിളിക്കുന്നത് സൂചി നൂലൊക്കെ ചേർക്കും. അപ്പം അതുകൊണ്ട് 50 വയസ്സ് വരെ നമ്മളെ മസിൽ മുഷ്ടി അല്ലെങ്കിൽ നമ്മളെ വിവരവും മറ്റുള്ള കാര്യങ്ങളുണ്ട് ആരും ഉണ്ടല്ല. 50 വയസ്സ് കഴിയുമ്പോൾ കൂടെ നിൽക്കുന്നതെന്ന് തന്നെ വിചാരിക്കും, ഇവനൊന്ന് മാറിയിരുന്നെങ്കിൽ എനിക്കൊന്ന് കസേര കയറായിരുന്നു. ഏറ്റവും വലിയ ശത്രു നമ്മളെ കൂടെ ചേർന്ന് നിൽക്കുന്നവനാണ്. കാരണം ഇവന് മാറിയാൽ അടുത്ത ഞാൻ കയറുമോ മറ്റവും കയറുമോ, ഞാൻ കയറുമോ മറ്റവും കയറും കണ്ടാ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും 50 വയസ്സ് വരെ പെട്ടെന്ന് ആരും പറയില്ല. കാരണം അവൻ്റെയൊക്കെ വശക്കേടായിട്ട് ഇടപെട്ടാൽ ചിലപ്പോൾ അടി കിട്ടുമെന്ന് വിചാരിക്കും. 50 വയസ്സ് കഴിയുമ്പോൾ അവരൊക്കെ അറിയാൻ തീർന്നു. അപ്പോൾ അതുകൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്ക് സ്വച്ഛമായിട്ട് അന്തസ്സായിട്ട് മരിക്കണമെങ്കിൽ 50 വയസ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഒതുങ്ങണം. മതനേതാവായാലും രാഷ്ട്രീയ നേതാവായാലും മറ്റ് ആരായാലും സ്വന്തം കാര്യം മക്കളെപ്പോലും ഉപദേശിക്കുമ്പോൾ പിന്നെ വീട് നന്നാക്കാൻ കഴിയാത്ത ഞാൻ നാട് നന്നാക്കാൻ ഇറങ്ങി നടക്കുക. അത്ര മാത്രം സ്വയം ചിന്തിച്ചാൽ മതി. ആദ്യം നമ്മൾ വീട് നന്നാക്കണം, പിന്നെ നാട് നന്നാക്കണം.
ഏറ്റവും വലിയ ഇന്ന് പാമ്പും വിഷത്തേക്കാൾ, ഞാൻ വേറെ തോന്നരുത്, പാമ്പും വിഷത്തേക്കാൾ ഇന്ന് നമുക്ക് വിറ്റ് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒറ്റ കാര്യമാണ് ജീവിക്കാൻ. മതം. നിങ്ങൾ നോക്കിക്കോ, മതം പറയുന്നവരെ പൂർവ്വകാലങ്ങൾ നോക്കിക്കോളൂ. ആരായാലും നമ്മുടെ നാട്ടിലായാലും എവിടെയായാലും ആരും ഏതെങ്കിലും ഒരു പാർട്ടിയിലോ മതത്തിലോ ചേർന്ന ആരെയും എന്തും വിളിക്കാം, ആരെയും എന്തും ചെയ്യാം. കാരണം അവർ നഷ്ടപ്പെടാനൊന്നുമില്ലായിരുന്നു. മതത്തിൽ നമ്മൾ ഒരു സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളാരും ഒന്നും ചെയ്യില്ല എന്നവനറിയാം. അവൻ്റെ ഒന്നുമില്ല, ഇതിനിടയ്ക്ക് എന്തെങ്കിലും അവൻ സമ്പാദിക്കും. അതിന് കഴിവ് വേണം, സാമർഥ്യം വേണം. അതുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഒരു മതമൊന്നല്ല, എല്ലാ മതക്കാരും അത് തന്നെയാണ്, രാഷ്ട്രീയത്തിലും അത് തന്നെയാണ്. കഴിവുള്ള രക്ഷപ്പെടും. മറ്റവൻ നമ്മളിങ്ങനെ കഴിവില്ലാത്തവൻ അസ്ഥി പിടിച്ച്, മതവും അസ്ഥി പിടിച്ച്, രാഷ്ട്രീയ അസ്ഥി പിടിച്ച് നടക്കും. ഇപ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ പായുന്ന കുതിരയുണ്ടല്ല, അതിന് പണ്ടുകൾ കണ്ടില്ലേ, 2 കണ്ണിലിങ്ങനെ വെച്ച് കെട്ടുമായിരുന്നു പിച്ചളയെ. അതിൻ്റെ കടിഞ്ഞാൻ ആ ഓടിക്കുന്ന ആളിനായി. എന്തിനാണെന്ന് പറയും, നിങ്ങളെപ്പോഴും നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും നാട് നന്നാവില്ല എന്നാണ് മനസ്സിലായിരിക്കുന്നത്. നീ ഒരുത്തം വിചാരിച്ചു. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഈ കുതിര പായുമ്പോൾ അങ്ങോട്ടും നോക്കണ്ട ഇങ്ങോട്ടും നോക്കണ്ട, എനിക്ക് ജീവിക്കണം, മറ്റുള്ളവരെ കണക്ക് എനിക്കും ജീവിക്കണം. നമ്മൾ അധ്വാനിക്കാൻ പോകുന്നതിനെന്ത് പ്രശ്നം? ജോലി ചെയ്ത് എല്ലാ ജോലിയും അതിൻ്റേതായ ഒരു പവറും എല്ലാം ഉണ്ട്, അതിൻ്റേതായ വിലയുണ്ട് അധ്വാനിക്കുന്നതിന്. അതാദ്യം പഠിക്കും. നമ്മൾ ഏതെങ്കിലും ഒരുത്തം ഒരു കുപ്പിയും വാങ്ങിച്ചു തന്നൊരു കോഴിക്കാലും വാങ്ങിച്ചു തന്നിട്ട്, അല്ലെങ്കിൽ അവൻ വശത്തെ കൂടെ ഇരുത്തി എന്തെങ്കിലും തന്നിട്ട് എന്തെങ്കിലും അവനൊരു കാര്യം സാധിക്കാൻ, അപ്പോൾ അവൻ പറയും പോലെ കേട്ട് കാരണം അവൻ്റെ കള്ളു കുടിച്ചിരിക്കുന്ന അവൻ്റെ കോഴി ഇന്നിരിക്കുന്നു. പിന്നെ ആവശ്യമുള്ള പൈസ എത്ര വേണമെങ്കിലും ധരിച്ച് അവന് വേണ്ടി എന്തെങ്കിലും ചെയ്യും. അപ്പോൾ അവൻ്റെ ഗുണ്ടയായി, ബോഡിയാണ്. ആ ഗുണ്ട എന്ത് ചെയ്യും? അവൻ തന്നെയാണ് അവനെ ഗുണ്ടയാക്കുന്നത്. അവസാനം പായുന്ന അവൻ്റെ കുതിരയുണ്ടല്ലോ, നമ്മൾ റൈസിന് പോണ കുതിര വീണ് കാലൊടിഞ്ഞാൽ എന്ത് ചെയ്യും? എണീക്കാൻ വയ്യാതെ വന്നാൽ അതിനെ ഷൂട്ട് ചെയ്തതായി. അതുപോലെയാണ് നമ്മൾ കപ്പ് കിടുമ്പോൾ നമ്മളവൻ വലിച്ചെറിയും. നമുക്കവനൊന്നും പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ചെയ്തിട്ടില്ല, ഇന്ന് ചെയ്യും. കാരണം അവനാണ് നമ്മളെ കൊണ്ട് ചെയ്യിച്ചതും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കണത്, കോടതിയിൽ നിന്ന് ഇറക്കണതൊക്കെ അവന് വേണ്ടി ചെയ്യണം. ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല അങ്ങനെയുള്ള വലയങ്ങൾ. അപ്പോൾ നമ്മൾ വലിയ ഇറച്ചി കഷ്ണവും കുപ്പിയും നോക്കിയിട്ടാണല്ലോ അതിലേക്ക് പോകണം. ഇതൊന്നും വേണ്ട. നമുക്കെല്ലാവർക്കും ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ മാതാപിതാക്കളോടും ഭാര്യയോടും മക്കളോടും നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മളൊരു അക്രമത്തിന് പോവില്ല. നമ്മൾ മറ്റുള്ള കാര്യത്തിൽ ഇടപെടാനേ പോവില്ല. 1 കിലോ അരി വാങ്ങി അല്ലെങ്കിൽ 1 കിലോ ഗോതമ്പ് വാങ്ങി നമ്മൾ അത് കാഴ്ചയെടുത്ത് പിടിച്ചുകൊണ്ടിരിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല. പിരിവാറ് വരെ നമ്മളൊക്കെ വരില്ല. അവർക്കറിയാം നമ്മളൊന്നും ഇല്ല. അവർ വന്നാലും വെറുപ്പിക്കേണ്ട അഞ്ചിന് കൊടുക്കും. ഇപ്പം നമ്മൾ സ്വപ്നം കാണുന്നത് എന്താണ്? എല്ലാവരും ഇന്ന് എല്ലാവരും കാശുണ്ടാക്കി എങ്ങനെയാണ് അറിയുമോ? നിങ്ങൾ ചിന്തിച്ചാൽ മതി. 4 ഇഞ്ച് മതം വിറ്റ്, ജാതി വിറ്റ് കാശുണ്ടാക്കാം. അവസാനം നമ്മളെല്ലാവരും കരയും. അവന് അവസാനമാണ് അറിയുന്നത് നമ്മളൊന്നും അല്ലായിരുന്നല്ലോ. അവർക്ക് ജാതി പറയുന്നതിന് ഒരു അജണ്ട കാണും, മനസ്സിലാകാം. നമ്മൾ തങ്ങളിൽ പരസ്പരം പോരടിച്ച് ശത്രുക്കളായി. കാശുണ്ടാക്കാൻ വേണോ? കാശുണ്ടാക്കി അവനും കൂടി. ഇന്ന് നമ്മൾ അവൻ്റെ വാക്ക് കേട്ട് ഒരുത്തനെ ദ്രോഹിക്കും, അല്ലെങ്കിൽ 10 പേരെ ദ്രോഹിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ദ്രോഹിക്കാൻ, നമ്മൾ ഒതുക്കാൻ അവൻ്റെ പിന്നിൽ വേറെ ആളുണ്ടാവും. മനസ്സിലായി? സമാധാനം കിട്ടില്ല. എപ്പോഴും വിചാരിച്ചാൽ മതി, മതഭ്രാന്ത് ഹിന്ദുവിനായാലും മുസ്ലിമിനായാലും ക്രിസ്ത്യാനിക്കായാലും മതഭ്രാന്ത് തലയിൽ കയറിയാൽ ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല. എൻ്റെ വീട്ടിൽ ഞാൻ മറ്റൊരു ജാതിയെ ആക്ഷേപിക്കുകയാണെങ്കിലോ
കുറച്ച് കണ്ടാലോ എൻ്റെ സന്താനങ്ങളത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മക്കൾ വളർന്നു വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, തലച്ചോറിക്കാവില്ലേ. നഴ്സറി സ്കൂളിൽ ABCD പഠിപ്പിക്കുന്ന പോലെയാണ് LKG മതപ്രാന്ത്. എൻ്റെ വീട്ടിൽ ഞാൻ എല്ലാവരും മനുഷ്യരാണ്, അവരെന്ത് ചെയ്താൽ നമുക്കെന്നാ, നമ്മൾ ഇന്ന കണക്കാണ് ജീവിക്കാനുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾ ജീവിക്കാൻ വേണ്ടി പഠിക്കും. എന്തെങ്കിലും ഒരു തൊഴിൽ സ്വന്തമായിട്ടുണ്ടാക്കി സുഖമായിട്ട് അവർ ജീവിക്കും. എൻ്റെ വീട്ടിൽ മറ്റൊരു മതം അഴുക്കുകയാണ്, നമ്മളെ മതമാണ് നല്ലതെന്ന് അങ്ങനെ മതം എങ്ങനെ തിരിച്ചറിയാം? അത് നിങ്ങൾ ആദ്യം പഠിക്കും. ഒരു മതം നമ്മൾ തിരിച്ചറിയുന്നത് അവൻ്റെ പ്രാർത്ഥനാ സമയത്താണ്. അവന് ഹിന്ദുവാണെങ്കിൽ അവൻ ഹിന്ദുമതമാണ്, അവൻ അമ്പലത്തിക്കോ അല്ലെങ്കിൽ അവൻ്റെ കുറികണ്ട്. ഓക്കെ, നീ ഒന്നുമില്ല, അവൻ തൊഴുതിട്ട് വരട്ടെ. ഇതിൽ ഒരുപാട് കൂട്ടുകാരുണ്ട്, അവൻ തൊഴുതിട്ട് വരട്ടെ. ഞാൻ അവിടെ ഞാൻ മുസ്ലിമാണെങ്കിൽ ബാങ്ക് വിളിക്കുമ്പോൾ എടാ അവർ പറയും, എടാ നീ നിസ്കരിക്കുന്ന ബാങ്ക് വിളിക്കണം, നീ നിസ്കരിച്ചിട്ട് വാ. എത്ര സന്തോഷം. നമ്മൾ ഒരു മതത്തിൻ്റെ പേരിൽ നിങ്ങൾ എത്ര പേര് കൊല്ലും? തിലോരി കൊല്ലാൻ പറ്റും. ബുദ്ധി വക്രബുദ്ധി പറയുന്നവൻ അറിയാം. അവൻ തെറ്റ് ചെയ്തവൻ കണ്ടില്ലേ, ഒരു ഒരു സമരത്തിൽ പങ്കെടുത്ത് പോലീസിനെ എറിയുകയാണെങ്കിൽ അവൻ എറിയണം, അവൻ്റെ കൂട്ടാളിയെ എറിഞ്ഞുകൊണ്ട് അവർ പമ്പ കിടക്കും. പാവങ്ങളെ അവൻ മുമ്പതിക്കുകയാണ് സമരത്തിന്. അവരെന്ത് ചെയ്യും? ലാത്തി ചാർജ് ചെയ്യും, പാവങ്ങളെല്ലാം കടലിൻ്റെ കല്ലെറിഞ്ഞ് വെക്കാം. ബുദ്ധിയുള്ളവൻ ചെയ്യും, ബാക്കിൽ നിന്നിട്ട് അവനെറിഞ്ഞിട്ട് അതിൽ നിന്ന് നടക്കും. എല്ലാവരും പറയും അടി കൊള്ളുമ്പോൾ മലന്ന് വീഴണം, പത്രക്കാർക്ക് ഫോട്ടോ കാണാണെന്നൊക്കെ. പണ്ട് കാലമാണ്. എന്തിനാണ്? വളർന്നു വരാനാണ്. ഇന്ന് വളരണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കിടക്കണം. എല്ലാം ഗ്രൂപ്പായി. ഞാൻ ഭയങ്കര രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, നോക്കിയാൽ അറിയാം. എനിക്ക് അടി കിട്ടിയിട്ടുണ്ട്, ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് സമരത്തിനാണ്. എനിക്ക് പിന്നെ തോന്നി ഇത് കഴിവുള്ളവനെ കൊണ്ടേ പറ്റൂ, നേരായവനെ കൊണ്ട് പറ്റൂല. രാഷ്ട്രീയമില്ല, അതിനോട് പ്രമോയില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ജീവിതത്തിന് നമുക്ക് സമാധാനം കിട്ടണമെങ്കിൽ ഇതിലൊന്നും ചേരും. ദൈവത്തിൻ്റെ പേരിൽ ചോറ് തിന്നാൻ ആഗ്രഹിക്കുന്നതിന് അവർ കണ്ടില്ലേ? അപ്പോൾ എന്താണ് കാണിക്കുന്നത്? നമ്മൾ വിളിക്കുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ ഒഴുക്ക് അപകരിച്ചുകൊണ്ട് പോവുകയാണ് ആൾക്കാർ. അവരും വിളിച്ചത് എന്തിനാണ്? ദൈവത്തിൻ്റെ എന്തിനാണ്? സ്വർണ്ണം. ദൈവത്തിന് സ്വർണം വേണ്ടല്ലോ. ദൈവത്തിന് എന്തിനാ പൈസ? ദൈവത്തിന് വിളക്ക് വയ്ക്കണം നിത്യവും, ദൈവത്തിനെ പൂജിക്കണം. അമ്പലങ്ങളിലൊന്ന് കയറി കളിച്ചുകൂടാ, അമ്പലങ്ങളിലും പള്ളിയിലൊക്കെ. അതിനൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു വേറെ ആയിട്ടൊന്നും അങ്ങനെ കണക്കൂട്ടണ്ട. എൻ്റെ അറിവ്, ഞാൻ ചിന്തിച്ചതിൽ അങ്ങനെ കൂട്ടിയാണ്. ഏറ്റവും ആര് ശല്യപ്പെടുത്താതെ പോയിരുന്നതാണ് അയ്യപ്പൻ. മലയുടെ ക്രൂരമൃഗങ്ങളുള്ള വനത്തിൻ്റെ ഉള്ളിൽ ആരും വരണ്ട, സമാധാനമായിട്ട് ഇവിടെ ഇരിക്കുക. അവിടെ മനുഷ്യൻ കണ്ടുപിടിച്ച് കയറി. ഓക്കെ, തത്വമസി എന്നെ കാണാൻ വരുന്നു, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷേ അവിടെ സമാധാനമായിരുന്നപ്പോൾ എന്ത് ചെയ്ത്? ഇവിടുത്തെ പണക്കാരൻ, ഭയങ്കരമായ പണക്കാരൻ കയറിയിട്ട് ആ സമാധാനം. അയ്യപ്പൻ എന്തിനാണ് സ്വർണ്ണം? അയ്യപ്പൻ ഈ സമാധാനക്കാരൻ കുറേ സ്വർണ്ണമൊക്കെ മോട്ടിച്ച് ആളുകളൊക്കെ വെട്ടിച്ച് കൊള്ളലാഭം എടുത്ത് സ്വർണം പോയി. പിന്നെ കൂടുതൽ ആളിവിടെ നിന്നില്ല, ഈ രാജ്യം വിട്ടു പോകേണ്ടി വന്നു. എന്താ? ദൈവത്തിൻ്റെ കോപമാണ്. ദൈവത്തിൻ്റെ കോപമാണത്. വർഷാവർഷം ലക്ഷങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ശബരിമല. എന്താണ്? ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്? ശക്തിയുണ്ട്. ഞാൻ പോയിട്ടുണ്ട് ശബരിമല, ശക്തിയുണ്ട്.
അപ്പോൾ മറ്റവൻ കണ്ട നാട് കടത്തി സ്വർണ്ണം കൊണ്ട് വെച്ചു. അയ്യപ്പന് ഇഷ്ടപ്പെട്ടില്ല, നാട് കടന്നുപോയി. ഇപ്പോൾ സ്വർണത്തിൻ്റെ പ്രശ്നങ്ങളിവിടെ അത് മോഷ്ടിച്ചോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ആരെങ്കിലും അവിടെ അളന്ന് നോക്കിയ സ്വർണ്ണം എവിടെ എത്ര ഉണ്ടായിരുന്നു അത് ആരും അളന്നില്ല. പക്ഷേ ഭ്രാന്ത് പിടിച്ചണക്ക് പറഞ്ഞു. നമ്മൾ ടി വിയിലൊക്കെ കാണണല്ലേ, ഭ്രാന്ത് പിടിച്ചണക്ക് പറഞ്ഞു. അവിടുത്തെ അതിവിടെ പോയി, ആ പാളി എവിടെ പോയി, ഈ പാളി പറഞ്ഞവൻ തന്നെ പറഞ്ഞു അതിൻ്റെ സൗകര്യം വീട്ടിയില്ല. ആരും ചോദിച്ചു? ആരും ചോദിച്ചില്ല. അയാളും ഉണ്ടായിരുന്നാൽ മതി. ദൈവം ആ സമയമായപ്പോൾ അയ്യപ്പൻ്റെ ആ ശക്തിയാണത്. എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അന്വേഷിച്ച് വന്നപ്പോൾ ഇന്ന് കുട്ടയിലും ഗുണാലിലൊന്നുമില്ല. ഈ പറഞ്ഞതാണ്. അപ്പോൾ ദൈവങ്ങൾക്ക് ശക്തിയുണ്ട്. വിശ്വാസിക്ക് ശക്തിയുണ്ട്, അവിശ്വാസിക്ക് ശക്തിയില്ല. അവിശ്വാസി ഒരിക്കലും സമാധാനമില്ലാത്തവനായിരിക്കും. ജീവിതത്തിൽ കുടുംബ സുഖം എന്താണെന്ന് അറിയില്ല. മറ്റ് അവനൊരു ഒരു ഈ ലോകമായിട്ട് ഈ പ്രപഞ്ചത്തിനുള്ള ഒരു സുഖം കിട്ടില്ല വിശ്വാസിക്ക് എല്ലാ സുഖവും കിട്ടും. കാരണം നമുക്കെപ്പോഴും പറയും, ഞാൻ വിളിക്കില്ലേ എന്തെങ്കിലും വന്നാൽ അള്ളാഹ് കാത്തുരക്ഷിക്കണേ, ഈശ്വര കാത്തുരക്ഷിക്കണേ, ഇതെല്ലാവരും ഇങ്ങനെ പറയും. സൂര്യൻ ഉദിക്കുന്നില്ലേ, ഇത്രയും മാറ്റപ്പെട്ട സൂര്യനിലാരും പോയിട്ടില്ല. ചന്ദ്രനിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട്, റോക്കറ്റുകൾ. സൂര്യനിലെ കണ്ട സൂര്യനാരിൽ സൃഷ്ടിച്ചതാണ്. അത് കിഴക്കുതിച്ച് പടിഞ്ഞാറ് തന്നെ അസ്തമിക്കും. കടലിൻ്റെ ആഴം കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു 14 കിലോമീറ്റർ വരെ കണ്ട് പോയിട്ടുള്ളത്. പോകാൻ പറ്റില്ല, പോയോനില്ല. പാതി ചെല്ലുമ്പോൾ പേടിച്ചും മരിക്കും. അത്ര പ്രാകൃതമായ മത്സ്യങ്ങളാണ്. പിന്നെ ഓക്സിജൻ കിട്ടില്ല, പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. സത്യമല്ലേ? സൂര്യന് ശക്തിയില്ലേ? ആഴിക്ക് ശക്തിയില്ലേ? ഈ ലോകം നിയന്ത്രിക്കുന്നത് കടലും സൂര്യനുമാണ്. നമ്മൾ കുറേ പേര്, നമുക്ക് മുന്നേ എത്രയോ പേര് ഇവിടെ വീരന്മാർ വന്നിട്ട് പോയി. പിന്നെ നമ്മൾ എന്ത് കേട്ടാനാണ്? മനസ്സിലായില്ലേ? ഹിറ്റ്ലർ ഏറ്റവും വലിയ സാമ്രാജ്യം പിടിച്ചടക്കിയാണ്. അങ്ങോട്ട് പോകണ്ട, ഹിറ്റ്ലർ തൊട്ടെടുത്താൽ എന്തുമാത്രം ജനങ്ങളെയാണ് കൊന്നത്. അപ്പോൾ അന്ന് ആരോ ചോദിച്ച് ഇത്രയും ജനങ്ങളെ ഇങ്ങനെ കൊല്ലുന്നത്, അതേ അംഗവൈകല്യമില്ലാത്ത മനുഷ്യരുണ്ടാകണം നമുക്ക്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പേരെ കൊല്ലേണ്ടി വരുന്നത്. ഇത്രയും ലക്ഷങ്ങളെ കൊന്നുകളാണ്. എന്ത് കേടാനാണ്? അതൊരു ഭ്രാന്ത്. അന്ന് അയാളെ പട്ടാളും അയാളും പറയുന്നതാണ്, തിരിച്ചാരും പറയാനില്ല. ചോദിച്ചാൽ അവൻ കാണില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു ഭ്രാന്ത് കൊണ്ട് ആരാണ് എന്താണ് കാട്ടിക്കൂട്ടുന്നത് അതിനോടൊപ്പം നിൽക്കും. ഹിറ്റ്ലർ അന്ന് ഇത്രയും ലക്ഷങ്ങളെ കൊന്ന് തള്ളിയിട്ട് ഇവിടെ പ്രശ്നമുണ്ടായില്ലേ? പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആരെങ്കിലും ഒരു ശത്രുവിനെ നമ്മൾ കൊല്ലണമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക അവൻ വേറെ 9 ശത്രുക്കൾ വരും. നമ്മൾ ശത്രുക്കൾ വേണ്ട, നമുക്ക് ഇങ്ങനെ ഒരൊറ്റത്തോടെ പോവാം. 50-60 വർഷം ജീവിക്കുന്ന നമുക്ക് എന്തോന്ന് ശത്രു. മറ്റൊരുത്തൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടല്ലേ നമ്മൾ ഒരു ശത്രുവിനെ വിലയ്ക്ക് വാങ്ങണത്. ഞാൻ ജോലി ചെയ്ത് വരുന്ന വഴിക്കൊരുത്തൻ എന്തെങ്കിലും പറഞ്ഞാലും മിണ്ടാതെ പോകും. കാരണം അവന് വമ്പനൊരു കൊമ്പൻ, ഒരു ഗുണ്ടയോ അല്ലെങ്കിൽ ഒരു വിവരം ഇല്ലാത്ത അവനെപ്പോലെ ഒരുത്തം വരും. അപ്പോൾ അവൻ തീർക്കും. നമ്മളവിടെ നിൽക്കണ്ട, എങ്കിൽ നമ്മൾ അവനോടൊപ്പമായി. ഇത്രയും ഞാൻ പറഞ്ഞത്, ഞാൻ കുറേ വായിച്ചിട്ടുണ്ട് ലോക ചരിത്രങ്ങൾ. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലോക ചരിത്രങ്ങൾ വായിച്ചു ഭയങ്കര വായനശീലനായിരുന്നു. എൻ്റെ വീട്ടിൽ ഇപ്പോഴും കുറേ ബുക്കുകളുണ്ട്. വിപ്ലവകാരികളുടെ ബുക്കല്ല, നമ്മുടെ ജീവിതം, രാജാക്കന്മാരുടെ ജീവിതം, മറ്റ് ഹിറ്റ്ലറുടെ ജീവിതം, അങ്ങനെ ഈജിപ്റ്റ് രാജകുമാരിയുടെ ജീവിതം, അങ്ങനെ കുറേ ബുക്കുകൾ, ഞാൻ കുറേ ബുക്കുകൾ വായിക്കും. അപ്പം നമ്മൾ ആരും പറയുന്നത് 1000 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ട ഇന്ന് നമ്മൾ നോക്കാനുള്ളത് നമ്മുടെ മുന്നിൽ നടക്കുന്നത് എന്താണ്? 1000 വർഷത്തിന് മുമ്പുള്ളവർ അവരെഴുതി വെച്ചു, അവർ മരിച്ചു, അവരെ ജീവിതം കഴിഞ്ഞു. മനസ്സിലായി?
അവർ ഭയങ്കരമായ കൊട്ടാരങ്ങളുണ്ടാക്കി. അവരെ ഭാര്യയ്ക്കും മക്കൾക്കും അവരെയും സുഖത്തിന് വേണ്ടി അവരെ ജീവിതം കഴിഞ്ഞാൽ പോയി. ലോകത്തിലെ ഏറ്റവും വലിയ സൗധമായിരുന്നു താജ്മഹൽ. അല്ലേ? കേട്ടല്ലേ? ഏറ്റവും വലിയ താജ്മഹൽ, ഏറ്റവും വലിയ സൗധം. എത്രയോ രാജ്യത്തു നിന്ന് എത്രയോ എഞ്ചിനീയർമാരെ കൊണ്ടുവന്നിട്ടാണ് അത് പണിയാൻ വേണ്ടി തയ്യാറെടുത്തത്. അത് താജ്മഹൽ പണിഞ്ഞത് ആരെന്ന് ചോദിച്ചാൽ താജ്മഹൽ അത് ഷാജഹാൻ. എന്തിനു വേണ്ടി? ആ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി. അതിന് ശില്പി ആരാണെന്ന് ചോദിച്ചാൽ ഇന്ന് എത്ര പേർക്ക് അറിയാം? ശില്പിയുടെ പേര് ആർക്കെല്ലാം അറിയുമോ? ഇല്ല. അപ്പം ഇത്ര പേര് മരിച്ചിട്ടുണ്ട് ഇവിടെ. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും അല്ലാതെയും സമരം ചെയ്തും പുന്നപ്രവലായിരുന്നു. അങ്ങനെ കുറേ സമരത്തിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അവരെങ്ങനെ ആരോ ഓർക്കുന്നുണ്ടാ? ഇല്ല. വീട്ടിൽ കിടന്ന് ഉറങ്ങിയ ബുദ്ധിയുള്ളവരാണ്. അവനറിയാം ചെന്ന് കയറി കൊടുത്താൽ ചാവുമെന്ന്. അവരെല്ലാം രക്ഷപ്പെട്ടു. അവരൊക്കെ മുതൽ അവരെല്ലാം മരിച്ചു. എന്തെങ്കിലും പറയണം. ഇത്താർ ഈസ എന്നാണ് ശില്പിയുടെ പേര്. പല രാജ്യത്തു നിന്നും വന്നിട്ടും എനിക്കൊന്ന് മൊറാക്കോ എന്നുള്ള എഞ്ചിനീയറാണ്. അയാളുടെ ദുഃഖം എന്തായിരുന്നു അറിയാം? ലോകത്തിലേറ്റവും ഇതുപോലെ ഒരെണ്ണമില്ലാത്തൊരു സൗധം പണിയണമെന്നാണ്. അങ്ങനെ അദ്ദേഹം ആ കർമ്മം ഏറ്റെടുക്കുകയും അയാൾ താജ്മഹൽ പണിയുകയും ചെയ്തു. രാജാവ് ഒരു ദിവസം വന്നിട്ട് ഒരു വിസിറ്റ് ചെയ്തപ്പോൾ എല്ലാം ഓക്കെ. അയാൾ എന്നെ ഞെട്ടിപ്പോയി. രാജസദസ്സിൽ വിളിച്ചു പറഞ്ഞു, എൻ്റെ താജ്മഹൽ പണി പൂർത്തീകരിച്ചു. പണി പൂർത്തീകരിച്ചു. ഇനി ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അതെല്ലാവും. അതുകൊണ്ട് എല്ലാവരും വരവേറ്റ് ഒരു സൽക്കാരത്തിലിരിക്കുകയാണ്. അങ്ങനെ ഷാജഹാൻ ചക്രവർത്തിക്ക് അറിയാം ഇന്നെൻ്റെ ആ കൊട്ടാരത്തിൻ്റെ പണി തീരുമെന്ന്. പക്ഷേ ശില്പി ഇത്താർ ഈസ അവിടെ നിൽക്കുമ്പോൾ കുതിരപ്പുറത്ത് പടന്മാർ വന്ന് പറഞ്ഞു, രാജകൊട്ടാരത്തിൽ രാജാവ് വിളിക്കുന്നു, മുഖം കാണിക്കുക. അയാൾക്ക് കണ്ട അത്രയും ബുദ്ധിയുള്ളവന് ബ്രെയിൻ. അതാണ് നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് നമ്മൾ തലച്ചോറ് പറയും. അയാൾക്ക് എന്തോ തോന്നി. കാരണം പിന്നൊരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു, ഒരു കല്ല് നേരെ എടുത്ത് ഇങ്ങോട്ട് വെക്കണം. അതായിരുന്നു അതിൻ്റെ ബാക്കി. പക്ഷെ അയാൾ വെച്ചില്ല. എന്തോ പ്രശ്നമുണ്ടെന്ന് അയാൾക്ക് തോന്നി. പണി തീരും തോറും അയാളെ മനസ്സിങ്ങനെ ഒരു പടയ്ക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് നിങ്ങൾ താജ്മഹലിൽ പോയിട്ടുണ്ടോ? പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു തുള്ളി വെള്ളം നിങ്ങളുടെ തലയിൽ വീഴാതെ കയറാൻ പറ്റില്ല. ആ കല്ലൊന്നും വെച്ചിട്ടില്ല. അതാണ് നമ്മൾ കരയുന്ന താജ്മഹൽ എന്നാണ് യഥാർത്ഥത്തിൻ്റെ പേര്. അങ്ങനെ ഇത്താർ ഈസയെ ശില്പിയെ രാജകൊട്ടാരത്തിൽ വിളിച്ച് ആ സദസ്സിൽ വിളിച്ച് ഇരിക്കാൻ പറഞ്ഞു. എങ്ങനെ ഷാജഹാൻ ശില്പി ഇരുന്നില്ല. എന്നിട്ട് അയാൾക്ക് കാവ്യോ ചായയോ കൊടുത്ത് സന്തോഷവനാക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ലോകത്ത് അത് പണിഞ്ഞതിന് വേണ്ടി, താജ്മഹൽ പണിഞ്ഞതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് തരാനാണ്? നിങ്ങൾക്ക് എന്തും ചോദിക്കാം, എന്തും. രാജസദസ് പുഞ്ചിരിയോട് ഇത്രയും നിറഞ്ഞ ചക്രവർത്തിയാണല്ലോ താജ്മഹൽ എന്ന് ചോദിച്ചു. അല്ല, ഷാജഹാനെന്ന്. അങ്ങനെ ആ ശില്പിക്ക് മാത്രം മനസ്സിന് പറയുന്നു. ഷാജഹാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തും ചോദിക്കാം, ഞാൻ എന്തും തരും. ആ ശില്പി പറഞ്ഞ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എനിക്കെൻ്റെ ജീവൻ തിരിച്ചു തന്നാൽ മതി, എന്നെ പോകാൻ അനുവദിച്ചാൽ മതി. അത് മാത്രം ഞാൻ തരില്ല. ഇനി താജ്മഹൽ വേണ്ട. അങ്ങനെ ആരോടെ തളികയിൽ ഇങ്ങനെ തുണി മൂടി കൊണ്ടുവരുമ്പോൾ അതൊരു വാളായി, ഒരു സ്വർണ്ണ വാൾ വെച്ച് ആ ശില്പിയുടെ കരങ്ങൾ ഛേദിച്ച് കളയും. ഒരിക്കലും വായിച്ചിട്ടുണ്ടോ?
ഒന്നില്ല, കരങ്ങൾ കാണും. അയാൾ പറഞ്ഞത് സ്വാർത്ഥനാണ്. പണം കൂടുന്തോറും സ്വാർത്ഥത ഉണ്ടാകുമെന്ന് പറഞ്ഞു, സൗഭാഗ്യം കൂടുന്തോറും. അയാൾ പറഞ്ഞത് ഇനിയൊരു താജ്മഹൽ, നിൻ്റെ കരങ്ങൾ ഉണ്ടായിരുന്നാൽ ഇനിയൊരു താജ്മഹൽ ഉണ്ടാവും. അത് വേണ്ട, ലോകത്തത് മാത്രം മതി. എൻ്റെ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ പണിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഇന്നും ആ ശില്പിക്ക് തോന്നിയതാണ് ആ കല്ലിപ്പോൾ വയ്ക്കേണ്ടതാണ്. താജ്മഹൽ, കരയുന്ന താജ്മഹൽ. ആ ഷാജഹാൻ ചക്രവർത്തി എങ്ങനെ മരിച്ചെന്നറിയോ? അത് നിങ്ങൾക്കറിയാമല്ലോ. കാരാഗ്രഹത്തിൽ അയാളെ മകൻ അതായത് മുംതാസ് മരിക്കാൻ സമയത്ത് ഇങ്ങനെ ഏറ്റവും സുന്ദരിയായി ഷാജഹാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചു. അപ്പോൾ പല രാജ്യത്തുനിന്നും വൈദ്യന്മാരെ വരുത്തി, കൊട്ടാര വൈദ്യന്മാർ വന്ന് പരിശോധിക്കുമ്പോൾ രക്ഷയില്ലാതെ. അപ്പോൾ മുംതാസിനും അറിയായിരുന്നു ഞാൻ മരിച്ചു. അപ്പോൾ ഷാജഹാൻ നമ്മളൊക്കെ പറയാറുള്ളവർക്ക് ഒരു വാക്ക് പറഞ്ഞു, നീ മരിച്ചാൽ പിന്നെ ഈ കിരീടങ്ങളെല്ലാം ഞാൻ വലിച്ചെറിയും, ഞാനൊരു അഭയാർത്ഥിയായിട്ട് ഇങ്ങനെ പറയും. മരിക്കാൻ കിടക്കുന്ന മുംതാസ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാ പുരുഷന്മാരും അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ആരും ചെയ്യാറില്ല. ഇവിടെ എത്രയോ തോഴിമാരുണ്ട്, എത്രയോ വേറെ രാജകുമാരിയായിട്ട് വരാൻ ഭാഗ്യമുള്ളവരുണ്ട്. എനിക്ക് വേറൊന്നും വേണ്ട, നിങ്ങൾ വിവാഹം കഴിക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ജീവിക്കാം, പക്ഷേ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം, എന്നും ഈ ലോക അവസാനം വരെ നിലനിൽക്കണം എന്ന് പറഞ്ഞാണ്. അതുകൊണ്ടാണ് മുംതാസ് മരിച്ച പ്രേക്ഷ താജ്മഹൽ പണിയുന്നത്. അത് മുംതാസിൻ്റെ ശവക്കല്ലറയാണ്. ഷാജഹാനെ ആർക്കെങ്കിലും അതൊരു ശവകുടീരമാണ്. പക്ഷേ ആ മുംതാസ് മരിച്ചപ്പുറവ് ആ മുംതാസ് പറഞ്ഞതുപോലെ തന്നെ ഇയാൾ പെണ്ണുപിടിയനായി, അഴിപ്പാളിയായി. നമ്മുടെ കയ്യിലുള്ള എല്ലാം ധനങ്ങൾ ദുരുപയോഗം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അയാളെ മകൻ ഗർഭസിംഗ് അയാളെ പിടിച്ച് ഒരു സുപ്രഭാതത്തിൽ അയാളെ പിടിച്ച് കാരാഗ്രഹത്തിലടച്ച് പഴണം ഏറ്റെടുത്തു. ഇങ്ങനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോൾ അയാൾ പലപ്പോഴും പലയിടയ്ക്കും പറയും, ആഹാരം കൊണ്ട് കൊടുക്കുന്ന ഭടന്മാർക്ക് പറയും, എന്നോ തുറന്നു വിടാൻ പറയാം. പക്ഷേ അതിലൊന്നും അയാൾ തുറന്നു വിട്ടില്ല. മകനാണ് രാജ്യം ഭരിക്കുന്നത്. പക്ഷേ അവസാനം മകനോട് ഒറ്റക്കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എൻ്റെ മുംതാസിൻ്റെ ശവകുടീരം കാണാൻ, ആ താജ്മഹൽ കാണാൻ എനിക്ക് എന്നെ ഒന്ന് തുറന്നു വിട്, എൻ്റെ ഭാര്യയുടെ ശവകുടീരം കാണണം, ഖബറൊന്ന് കാണണം. അതിന് മകൻ ചെയ്തത് എന്തൊക്കെയാണ്? ആ കാരാഗ്രഹത്തിൽ ഒരു കിളിവാതിലിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞതാ, ഇതിലേ കാണാം, ഈ കിളിവാതിലിൽ കൂടി എൻ്റെ ഉമ്മയുടെ ഖബർ കാണാം, താജ്മഹൽ കാണാം. അതെങ്ങനെയാണ്? നിന്ന് കാണാൻ പറ്റില്ല, കുനിഞ്ഞു നിന്നേ കാണാൻ പറ്റും, കൂടുതൽ നിൽക്കാൻ പറ്റില്ല. മകൻ അയാൾ ചെയ്തതിൻ്റെ എത്രയോ പാവങ്ങൾ ചെയ്തിട്ടുണ്ട് അവർ, അടിമകളെ കൊണ്ട്. പഴയ രാജാക്കന്മാരെല്ലാം അടിമകളെ കൊണ്ടാണ് ജീവിച്ചത് അല്ലേ? അവരെയൊക്കെ ശാപമാണ്. അവസാനം ഷാജഹാൻ ചക്രവർത്തി ആ കാരാഗ്രഹത്തിൽ കിടന്ന് മരിക്കുകയും മുംതാസിൻ്റെ കൂടെ അവിടെ അടക്കുന്നു ചെയ്യുന്ന താജ്മഹൽ. അതിൻ്റെ രക്തങ്ങൾ അയാൾ ഈ ലോകത്തുള്ള എല്ലാ രക്തങ്ങളും അതിൽ പതിച്ചെല്ലാം ബ്രിട്ടീഷുകാരൻ കൊണ്ടുപോയില്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെ അല്ല അതല്ല. എല്ലാവരും ഒരു പ്രാന്താണ്, അധികാരപ്രാന്ത്. അത്രമാത്രം ഞാൻ പറയണം, അധികാരപ്രാന്താണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഭ്രാന്ത് വേണ്ട. ഞാൻ വലുതെന്നുള്ള ഭ്രാന്ത് വേണ്ട. നിങ്ങൾ എത്രമാത്രം എളിയവനായിട്ട് ആരോട് ഇടപെടുന്നോ അവിടെയാണ് നിങ്ങളിലുള്ള ദൈവം. ഈശ്വരൻ വിളയാടുന്ന നാവ്. ആ ഹൃദയം ശുദ്ധമാണെങ്കിൽ, നമ്മളെ ഹൃദയം ശുദ്ധമാണെങ്കിൽ അവിടെ ഈശ്വരൻ. നിങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല.
ഒരു തെറ്റും ചെയ്യാതെ പോകുന്ന ഒരുത്തനെ കുബുദ്ധി കൊണ്ട് അവനെ നിങ്ങൾ എതിർക്കാൻ ഭാവിക്കുകയാണെങ്കിൽ മനസ്സ് വിചാരിച്ചാൽ മതി, അവന് കുടുംബത്തിൽ സമാധാനം കിട്ടില്ല. ഒന്നീ മക്കൾക്ക് അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അസുഖമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആക്സിഡൻറ്റിലൊക്കെ ഇട്ട് അഴുകയായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അസുഖം വരും. എന്തറിയാം, ഒരു പാവവും ചെയ്യാത്ത, ആർക്കും ദ്രോഹം ചെയ്യാത്ത എന്നെപ്പോലെ ഒരുത്തൻ ലോക സമാധാനത്തിന് വേണ്ടി ജീവിച്ച് ഒന്നിനുമല്ലാതെ പോകുന്ന ഒരുത്തനെ നിങ്ങൾ ദ്രോഹിച്ചാൽ തീർച്ചയായിട്ടും സംശയം വേണ്ട. നിങ്ങളുടെ നാലായിട്ട് നോക്കിക്കുമോ, ഭയങ്കരമായിട്ട് സമ്പത്തുണ്ടാവും, ബാങ്കിൽ കോടിക്കണക്കിനുണ്ടാവും, വലിയ വീടായിരിക്കും, നല്ല പെയിൻറ്റ് കൊണ്ട് വർണ്ണങ്ങൾ അടിച്ച വീടായിരിക്കും, കൂടിയ കാറായിരിക്കും, അവൻ വിളിപ്പുറത്ത് 4 പേരുണ്ടാവും, പക്ഷേ അവൻ്റെ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. ഞാൻ ചെയ്യുന്ന പാവങ്ങൾക്ക് തരുന്ന ശിക്ഷ എന്താണെന്നറിയോ? നിങ്ങൾ എത്ര വക്കീലിനെ വെച്ച് കേസ് വാദിച്ചെടുത്താലും, ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന എൻ്റെ ഭാര്യയോ മക്കളോ വീട്ടിലെന്നും വേദന കൊണ്ട് പുളയുന്ന രോഗിയായിരിക്കും. ഞാൻ ഒരുപാട് പേരെ കണ്ട അനുഭവസ്ഥനാണ്. എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയോ, ഇതൊന്നും പറഞ്ഞുകൂടാത്ത എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രസവിച്ച കുട്ടിയും അംഗവൈകല്യമാണ് ഫൈസലെ. ഞങ്ങൾ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടീശ്വരനാണ്, പിടിപാടുള്ളവനാണ്, പവറുള്ളവനാണ് പറഞ്ഞത്. എൻ്റെ ഇപ്പോഴത്തെ പ്രസവിച്ച കുട്ടിയും അംഗവൈകല്യ, മൂത്തവൻ മന്ദബുദ്ധിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞറിയോ, എൻ്റെ ഇളയ മകൾ ഭയങ്കരമായ സൗന്ദര്യമാണ്, ഞാൻ എൻ്റെ മോളെ കാണാതെ ഒരു ദിവസം പോലും ഇരിക്കില്ല, പക്ഷേ അവൾക്ക് അംഗവൈകല്യം വന്നുപോയി. എന്നിട്ട് കണ്ട സ്വയം തിരുത്തിയാണ്. ഇതെല്ലാം ഞാൻ ചെയ്തതിൻ്റെ പാപം എനിക്ക് ദൈവം തന്നതാണ്. എൻ്റെ സന്താനങ്ങളിൽ സ്വയം പശ്ചാത്തപിക്കുകയാണ്. എനിക്ക് അയാളെ കാൽക്കൽ വീണ് കരയാൻ തോന്നി. എന്തറിയാം, അയാൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പാപത്തിൽ നിന്ന് മോചനം നേടാൻ അയാളെ മനസ്സ് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നമ്മൾ ആരും ദ്രോഹിക്കരുത്. നമ്മൾ എന്തുകൊണ്ട് നീ അഹങ്കരിക്കുന്നു, അതുകൊണ്ടായിരിക്കും നിൻ്റെ നാശം. നിങ്ങളൊരിക്കലും കണ്ട എന്തുകൊണ്ട് അഹങ്കരിച്ചോ അതുകൊണ്ടായിരിക്കും. ആൾശേഷി കൊണ്ട് അഹങ്കരിച്ചാൽ അതുവരെല്ലാം നിന്നെ ഒറ്റപ്പെടുത്തും. കാരണം അതുകൊണ്ട് നീ അഹങ്കരിക്കപ്പോൾ അവർക്ക് തലവേനയോ അല്ല. ഡോക്ടറിൻ്റെ പറയില്ല, ഞാൻ എല്ലാം വിറ്റ് തിന്ന അവസാനം 4 നേരം എലിപ്പക്ഷണം വാങ്ങിച്ച് തിന്നളെ, ആക്കൊന്നും കൊടുക്കില്ല. എല്ലാം വിറ്റ് തീർന്ന് പിന്നെ 1000 കയ്യിലാകുമ്പോൾ ചാവാനും നോക്കില്ല, പിന്നെ പിച്ചെ എടുക്കാനേ കിടക്കാനേ പോകും. നമ്മളൊന്നിനും ഇവിടുത്തെ കർമ്മത്തിന് അതീതമല്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു പാവവും ചെയ്യാതെ എല്ലാവരും ഒന്നുപോലെ സഹോദരങ്ങളെ കണക്ക് ജീവിച്ച് എത്ര നാൾ മണ്ണടിയുമ്പോൾ വീണ്ടും നമ്മൾ മണ്ണടിയുന്നു, കവറിൽ കൊണ്ടുവച്ചാൽ പിന്നെ അവിടെ അങ്ങോട്ട് പോവില്ല. അതുപോലെ പട്ടടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു തെങ്ങിൻ തൈ പണ്ട് നടുവായിരുന്നു, ഇപ്പം നടുവന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ഞാൻ ചോദിച്ച്, ഞാൻ കുളിക്ക് പോയിരുന്നു, പട്ടട വെച്ചപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ തെങ്ങിൻ തൈയാണ്, അല്ല തുളസ്ത്രാണ് കെട്ടിക്കൂടെയെന്ന്. എന്നോട് ചോദിച്ചറിയോ? സത്യം ഞാൻ പറയൂ, തള്ള പറയില്ല. പറഞ്ഞു വേണ്ട വേണ്ട വേണ്ട, ഇനി നാളെ അവിടെ വിളക്ക് എത്തിച്ച് എനിക്ക് മക്കൾക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലമാണ് അവിടെ വേണ്ട. അവർ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്, വെച്ചില്ല. ഇപ്പോഴൊക്കെയും കാര്യം ഇങ്ങനെ മനസ്സുകൊണ്ട് കൂട്ടുകാരൻ പറഞ്ഞെങ്കിലും ഞാൻ അതിനെപ്പറ്റി ഭയങ്കര വിഷമമുണ്ടായി. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഇത്രയും പറഞ്ഞാൽ അറിയോ, നമുക്കാരുമില്ല, കൂടപ്പുറപ്പുമില്ല, മക്കളും ഇല്ല, ഭാര്യയില്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് തോന്നണാണ് ഇപ്പോൾ ഉണ്ടെന്ന്. ഇപ്പം എന്താണെന്നറിയാം, നിങ്ങളെ പൈസയുടെ പവർ, നിങ്ങളുടെ ശരീരത്തിൻ്റെ പവർ അത് ക്ഷയിക്കുന്നൊരു കാലം വരും. അപ്പം തൊട്ട് നിങ്ങൾ പിന്നാടി 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 നിങ്ങളെ തള്ളിക്കൊണ്ടേയിരിക്കും, ചവിട്ടിത്തള്ളും. അച്ഛൻ എവിടെ പോകും? ഞാൻ നിങ്ങളിവിടെ ലുല്ലു കാണാൻ വരികയാണ്, ഗൾഫിൽ നിന്ന് വന്നു, ഇങ്ങനെ എല്ലാം വിട്ട് വന്നൊക്കെയാണ്, കോടിക്കണക്കിന് ഉണ്ടായവനാണ് വലിയ വീട്ടിൽ. അച്ഛൻ എവിടെ പോകും? അല്ല, നിങ്ങളിന്ന് ലുല്ലുവിൽ പോകണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഉടുപ്പൊക്കെ ഇട്ട്. ലുല്ലുവില്ലേ? അച്ഛനാ? ഒരേ സ്ഥലത്തിൽ പറയും ഭാര്യയും മക്കളും. അച്ഛൻ ഇവിടെ ഇനി വയസ്സുകാലത്ത് ലുല്ലുവിൽ പോകണം, ആര് പിടിച്ചോണ്ടാണ്? അച്ഛൻ അവിടെ ഇരി. അല്ല, ഞാനും വേണ്ട, എനിക്ക് അച്ഛൻ വീട്ടിരി, അച്ഛ അല്ലെ വാപ്പ വീട്ടിരി, ഇവിടെ കള്ളന്മാർ കയറും. ഓ,
ലുല്ലൂര് അല്ല ചങ്ക് പൊടിഞ്ഞു. അയാൾ വയസ്സായ ശരീര വയസ്സാണ്, മനസ്സ് വയസ്സായില്ല. അപ്പോൾ വീട്ടിലിരിക്കാൻ പറയുമ്പോൾ ആരായി? വീട് കാവൽ പട്ടിയാണ്. അത് നിങ്ങൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇരുന്ന് പെൻഷനായാലും ഗൾഫിൽ നിന്ന് എത്ര ഉണ്ടാക്കി വന്നാലും നാട്ടിലെത്ര പറയും, അവസാന കാലത്ത് നമ്മൾ ആ പണി ചെയ്തേ കിട്ടും. ഒരു ചാരുകസേര തരും വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുക, അവിടെ തുപ്പരുത്, തുപ്പിയാൽ പരിയമ്പുറത്ത് പോയിരിക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ തീരട്ടെ. കാരണം കഴിഞ്ഞതിന് ഞാൻ ഒരുപാട് ചെയ്ത് 56 മിനിറ്റ് ചെയ്തു, പക്ഷേ അത് പാതിയായപ്പോൾ കട്ടായിപ്പോയി. 42 മിനിറ്റേ കേട്ടോ ഇത് ഇവിടെ വെച്ചു. ഓക്കെ, പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇനിയും വരില്ല.